പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. ചിന്താരിയ മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും
ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവ് സ്നാനപ്പെടാൻ വേണ്ടി വലിയ എളുപ്പ പണികളൊക്കെ ഉണ്ട്. ഇന്നു മുതലാണെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്കാർക്കാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്ന് പെയ്യും. നോക്കിക്കോ, ഒരു കാര്യമേ, ആദിമസഭയിൽ തന്നെ ഇതിൻ്റെ വെളിപാടുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ അപ്പോസ്തലന്മാരിങ്ങനെ ഭാഷാപരത്തെ സംസാരിച്ചില്ലേ? അപ്പോൾ ഇതുമേക്കാർ അതുപോലെ തന്നെ പേരയ റോമാക്കാർ, അതുപോലെ തന്നെ എത്യോപ്യക്കാർ, എല്ലാവരും അവരുടെ ഭാഷയിൽ അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ജനങ്ങൾ പറഞ്ഞ് ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾക്ക് എന്താണ് ഒരു വഴി, ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമെന്ന്, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ്. അപ്പോൾ ജനങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ പത്രോസിനൊരു ഉത്തരം കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് വരുന്നത് ഒന്ന് പശ്ചാത്താപത്തിലൂടെയാണ്, അല്ലേ? ആ പശ്ചാത്താപത്തിലൂടെ ആണ് നമ്മുടെ വിശ്വാസം നമ്മൾ സഭയെ അറിയിക്കുകയും സഭ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൽ ഉയർത്തുന്നതിൻ്റെയും വീണ്ടും വരുന്നതിൻ്റെയും അടയാളമാകുന്ന വെള്ളത്തിൽ നമ്മൾ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യും. ശരിക്കും വെള്ളം ഉണ്ടാകത്തില്ല, അവർ വിശ്വാസപൂർവ്വം ജ്ഞാനസ്നാനം, എന്തുമാത്രം ആൾക്കാർ വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവരെ അവരെ ജ്ഞാനസ്നാനപ്പെടുത്താനോ ആരുമില്ല. പക്ഷെ അവർക്ക് ക്രിസ്തുവാണ് രക്ഷകനെന്ന് ഉള്ളിലറിയാം. അവരത് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിച്ച് അവരതുപോലെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിത്യരക്ഷ കർത്താവ് കൊടുക്കും. അത് കർത്താവിൻ്റെ കാര്യമാണ്, നമ്മളതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ദൈവം തീരുമാനിക്കട്ടെ. അതല്ലേ ഈശോ പറയണത്, നിങ്ങളിപ്പോൾ വിധിക്കേണ്ട വിധിയല്ല മനുഷ്യപുത്രന്. അവർ രക്ഷിക്കപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തു നിന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. വിധി അതൊക്കെ പറയേണ്ടത് ആരാണ്? വിധിയെല്ലാം യോഹന്നാൻ 5:27 മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. കർത്താവ് അന്ത്യവിധി സമയത്ത് നിന്റെ വിശ്വാസ ജീവിതം കാരണം നീ കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന് കർത്താവ് തീരുമാനിച്ചോളൂ. കർത്താവിന് വിടാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? ഇതിൻ്റെ കൂടെ വേറൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങളെ പശ്ചാത്തപിക്കാൻ പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വിളിക്കുന്നത് പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള ഒരു മാർഗമാണ്. രണ്ടാമത്തെ മാർഗം എന്താ? അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്നാനം സ്വീകരിക്കുവെന്ന് പറഞ്ഞ വാക്കില്ലേ, അതിൻ്റെ അകത്ത് ജലസ്നാനമുണ്ട്, അതേസമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലേ പറഞ്ഞത്. ആ ദാനം ലഭിക്കാനുള്ള സ്നാനവുമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് പറയാൻ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രശ്മി തോമസിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ.
അവരുടെ സാക്ഷ്യത്തിൽ ഈ അവർ ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ അഡ്രസ്സ് ഇല്ലാത്ത ബന്ധുക്കളെ സ്വന്തപ്പെട്ടൊരു ബൈസ്റ്റാൻഡറും ഇല്ലാത്ത കുറേ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാർഡുണ്ട്. അവർ നോക്കാനും ആരുമില്ല, തിരക്കാനും ആരുമില്ല, കൂടെ നിൽക്കാനും ആരുമില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് പോയി രശ്മി തോമസ് സംസാരിക്കും. അവർക്ക് ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല, ഭക്ഷണത്തിന് അവിടെ കൊടുക്കാനുള്ള ഏജൻസിയും സംഘടനയൊക്കെ ഉണ്ട്. ഇവർ ചെയ്യണത് അവരോട് സംസാരിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പരദേശിയായിരുന്നു. ഒത്തിരി പരദേശികളുണ്ടാകത്തില്ലേ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ അവരുടെ കർത്താവാണുള്ളത്. അതുകൊണ്ട് രശ്മി തോമസ് അവരെ പോയി സന്ദർശിക്കുകയും അവരുടെ കുശലങ്ങളും അവരുടെ കൂടെ ഇരുന്ന് ഓരോ വർത്തമാനമൊക്കെ പറയും. നമ്മുടെ സാന്നിധ്യം സംലഭമാക്കുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. കാരുണ്യപ്രവൃത്തിയിലകത്ത്, എല്ലാ കാരുണ്യപ്രവൃത്തിയിലകത്തും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൻ്റെ ഉറവകൾ നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ ദിവസത്തിന് ഒരുങ്ങുമ്പോൾ നീ ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് നിങ്ങളുടെ കാരുണ്യപ്രവൃത്തികളിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ലുക്ക 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ വികലാംഗർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുവിൻ. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ, അതാണ് പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം നൽകും. അപ്പം പകരം നൽകാൻ ഒന്നുമില്ല എന്നാണ് ഈശോ പറയണത്. പക്ഷേ പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവർക്ക് ആണ് നമുക്ക് പകരം നൽകാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമുള്ളത്. എന്താണ് പകരം? അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ നൽകാൻ പറ്റും. അതാണല്ല, ഞാൻ രോഗിയായിരുന്നു എന്നല്ല ഈശോ പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അല്ല അവരിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കണ ക്രിസ്തുവിനെയാണല്ലോ. പകരം നൽകാൻ ഒന്നും ഇല്ലെന്നങ്ങോട്ട് അടച്ച് പറയാൻ പറ്റത്തില്ല. പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ തരാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷ ചെയ്താൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും. അമ്മ മാതാവ് അത് വെളിപ്പെടുത്തി തരും. നീ പറഞ്ഞ വാക്കായിരിക്കാം, നീ ആരെങ്കിലും അവമാനിച്ചിട്ടുണ്ടാകാം, വാക്കുകൊണ്ട് നോവിച്ചിട്ടുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നിക്കും, അത് തമാശയ്ക്ക് പറഞ്ഞാണെന്നൊക്കെ പലരും പറയും. മറ്റുള്ളവർക്ക് അത് വേദനിക്കും. മറ്റുള്ളവർക്ക് വേദനിക്കുന്നതെല്ലാം പാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും, അമ്മയോടും പ്രായമുള്ള അച്ഛന്മാരോടൊക്കെ തമാശയ്ക്ക് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവരെ നോവിക്കും. നമുക്കത് തമാശയായിട്ട് തോന്നും, അവർക്കത് നോവും. ഹല്ലേലൂയ. നമ്മൾ അറിയാതെ അവർക്ക് അറിയുകയുണ്ടാവും. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നമ്മൾ ഒരു കളിയാക്കി പറഞ്ഞാണ്, തമാശയ്ക്ക് പറഞ്ഞതല്ല, അത് തമാശയായിട്ട് എടുത്തൂടെ? അതൊന്നും പറ്റില്ല ദൈവത്തിൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ. അതെല്ലാം അന്ന് രാത്രി നിങ്ങൾ അനുദപിക്കണം, ദൈവത്തോട് അനുദപിച്ച് അടുത്ത ദിവസം അത് ആവർത്തിക്കാതെ നോക്കണം. അപ്പോഴത്തേക്ക് പലവർക്കും ഞാൻ ഉറപ്പ് തരാം, ഈ തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാൻ തുടങ്ങും. അത് ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ സംഭവിക്കും? വെറും അനുദപിച്ച് കഴിഞ്ഞാൽ നമുക്കെങ്ങനെയാണ് എനിക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ സംശയം തന്നെ, ഈ കാര്യം തന്നെ, സംശയമില്ല, ഈ കാര്യം തന്നെ അമ്മ മാതാവ് ഗബ്രിയേൽ മാലാഖയോട് ചോദിച്ച്, ദൈവത്തോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ അത് ലൂക്ക 1:34-35 അപ്പോൾ ഗബ്രിയേൽ മാലാഖ പറയും, ഇതെല്ലാം സാധിക്കും, പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധ്യമാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:16 നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം അമ്മ മാതാവും പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ്
വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇല്ല പറയണത്. ഞാൻ ഒരേ കാര്യം ഇവിടെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്ക് അനുഭവം കിട്ടണം. അനുഭവം കിട്ടാതെ വെറുതെ പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് പറയണതിൽ എന്താ കാര്യമുള്ളത്? അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം സാധിക്കും. ഞാനിത് നേരത്തെ ഈ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ള, എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരുന്നത്? അത് അപ്പോസ്തല പ്രവർത്തകൻ 2:38 നീ അനുദപിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ്, അങ്ങനെയാണ് വർക്ക് ചെയ്യണം. ഇതിൻ്റെ ഫോർമുല അങ്ങനെയാണ്. അനുതാപം വലിയ കാര്യമാണ്. ദൈവത്തോട് ഈ അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ, നിനക്ക് സ്വകാര്യ ബന്ധം ദൈവമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നീ പറയണം, ഞാൻ ഈ പാവം ചെയ്തു പോയി, ദൈവമേ എന്നെ ശക്തിപ്പെടുത്തണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇതെല്ലാം മറക്കും, നമ്മൾ ഇതെല്ലാം മറന്നു പോകും. നമ്മൾ ചെയ്ത് ഇതെല്ലാം മറന്ന് ഇങ്ങനെ അമ്മ എന്നെ തടസ്സപ്പെടുത്തി വയ്ക്കുക. നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ തടസ്സപ്പെടുത്തി വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നിങ്ങൾ നോക്കിയോ, ഈ ഒരു ആഴ്ച ലിസ്റ്റ് എഴുതി വെച്ച് അനുദപിക്കുക. ദൈവത്തോട് മനസ്സുകൊണ്ട് അനുദപിക്കണം. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അനുദപിച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അനുദപിക്കുമ്പോഴത്തേക്ക് ഇനിയൊരു കാര്യമുണ്ട്. നിങ്ങൾ വല്ലവരോട് തെറ്റ് ചെയ്ത്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ഭർത്താവിനോട് നിങ്ങൾ ചീത്ത വിളിച്ച്, ഇല്ല ഭാര്യയെ ചീത്ത വിളിച്ച്, ഭാര്യയോട് പോയി ക്ഷമ പറഞ്ഞാൽ അനുതാപമാവുക? ആകില്ല. ഭർത്താവിനോട് പോയി ക്ഷമ പറയുമ്പോൾ അനുതാപം ആകില്ല. അതുപോലെ നമ്മൾ ഒരാളെ കുറച്ച് കുറ്റം പറഞ്ഞ്, ഇല്ലാത്തത് പറഞ്ഞ്, പിന്നെ അത് നമ്മൾ തിരുത്തി, അവിടെ പോയിട്ട് തിരുത്തുകയോ ചെയ്തത്. അയാളോട് പോയി പറഞ്ഞ്, ഞാൻ ഇങ്ങനെ നിന്നെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കുക. അത് അനുതാപം ആകില്ല. ഇതെല്ലാം പറയണം. അത് രമ്യപ്പെടാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്. അവരോടെല്ലാം രമ്യപ്പെടണം. അത് രമ്യപ്പെടലേ ആവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതെല്ലാം അവരോട് രമ്യപ്പെട്ടതിന് ശേഷം ദൈവത്തോട് പോയി പറയണം, ദൈവമേ നിനക്കെതിരെ ഞാൻ പാപം ചെയ്തു പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാലേ അത് അനുതാപമാകുകയുള്ളൂ. ഹല്ലേലൂയ. ഈശോയ്ക്കെതിരെയാണ് നമ്മൾ പാപം ചെയ്യുന്നത്. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചതോ അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞാലോ നമ്മൾ അവർക്കെതിരെ ഇല്ല പാപം ചെയ്യുന്നത്. അത് ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവത്തോടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ക്ഷമിക്കാൻ റെഡിയാണ്, നീ അനുദപിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇനിയും പാപം ചെയ്യരുതെന്നാണ് ദൈവം പറയണം. അത് പാപം ചെയ്യാതിരിക്കാൻ അതെന്ത് വേണമെന്ന് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അത് ചെയ്യാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം സാധിക്കും. ഇത് ഞാൻ ഈ വചനം ഞങ്ങളെ കോയമ്പത്തൂർ, ഞങ്ങൾക്ക് വെള്ളിയാഴ്ച അവിടെ, ഇപ്പോൾ ഞായറാഴ്ചയാണ്, പണ്ട് വെള്ളിയാഴ്ചയായിരുന്നു അവിടെ ശുശ്രൂഷ, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അവിടുത്തെ മെസ്സേജിൽ ഞാൻ പറയണത് ഈശോനെ കൊണ്ട് എല്ലാം സാധിക്കുമെന്ന്, ഈശോ അടുത്ത് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് അങ്ങനെ ഒരു മെസ്സേജ് പറയണ്ടായി. അത് പറഞ്ഞ് ഒരു ദിവസം ഞായറാഴ്ച ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു കൊച്ചു കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച്, ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളതാണ്, അത് ഈ മെസ്സേജ് കേട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പേര് മെർലിനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കോയമ്പത്തൂർ ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ അറിയാം. ഉടമ്പടിക്കാർ 10-15 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവരിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ. അപ്പോൾ ആ കൊച്ചു കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച്, എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് KG ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പോലെ വലിയ ഹോസ്പിറ്റലാണ്, ഹാർട്ടിൻ്റെ മെയിൻ ഹോസ്പിറ്റലാണ് അത്. അപ്പോൾ അത് കരഞ്ഞുകൊണ്ട് നിർത്തുന്നില്ല, ഉറക്കെ ഒച്ച വെച്ച് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ബ്രദർ എൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അച്ഛൻ മരിച്ചെന്നില്ല, ഞങ്ങളെ വിട്ടുപോയി, എനിക്ക് അച്ഛനോട് ഇപ്പം സംസാരിക്കണം. അത് കാർഡിയക്ക് മാസീവ് അറ്റാക്ക് അങ്ങനെ എന്തോ ആയിരുന്നു, വലിയ പ്രശ്നമാണ്. ഇപ്പം എനിക്ക് അച്ഛനെ കാണണം. ബ്രദർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, അത് വചനം ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞ്, ഈശോ അടുത്ത് എന്ത് ചോദിച്ചാലും തരുമെന്നല്ല പറഞ്ഞ്, എനിക്കിപ്പോൾ അച്ഛനോട് സംസാരിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിനോട് എന്ത് മറുപടി പറയുക? ഇത്
മറുപടി പറയാൻ വേണ്ടിയിട്ട് അവൾ അത് ചേർത്താ പറയണത്. ബ്രദർ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് പറഞ്ഞല്ലേ ഈശോടത്ത് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ മോണിറ്റർ നേരെ ലൈനായി ഹാർട്ടിൽ നിന്ന്, അപ്പോൾ ICUവിലിരുന്ന് പുറത്തേക്ക് വന്നിട്ട് ആംബുലൻസ് റെഡിയാക്കോളാൻ പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോകാൻ. മരിച്ചെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫോൺ കട്ട് ചെയ്ത്. ഇതിന് മറുപടി പറയാനൊന്നുമില്ല. ഫോൺ കട്ടായി പോയ പോലെ കട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത്, അത്രയും കറിയാത് കട്ട് ചെയ്തിട്ട് ഞാൻ മാതാവ്, എൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ തന്നെ മാതാവുണ്ട്. മാതാവേ, ഇതെങ്ങനെ സാധിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ഞാൻ ചോദിച്ചത്, ഈ കൊച്ചിനോട് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ ഇങ്ങനെ തുറന്ന് മാതാവിൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് കിട്ടിയത് ഇത് തന്നെയാണ്. ലൂക്ക, ഞാൻ എപ്പോഴും ബൈബിൾ തുറക്കുന്നത് ബൈബിളിലേക്ക് നോക്കാതെ ഒരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഇങ്ങനെ തൊട്ട് വിരൽ വയ്ക്കും. അത് ഈശോ സംസാരിച്ചായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ മാതാവ് ദൈവത്തോട് ചോദിക്കുകയാണ് ഇതെങ്ങനെ സാധിക്കും? അത് തന്നെയാണ്. അതിൻ്റെ താഴെ ഞാൻ നോക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അപ്പോൾ എന്തോ എനിക്ക് മാതാവിൻ്റെ പ്രേരണയായിരിക്കാം, ഞാൻ ബൈബിൾ വെച്ചിട്ട് അതിലേക്ക് റീകോൾ ചെയ്ത് ആ കൊച്ചു വിളിച്ച നമ്പറിലേക്ക് തന്നെ മൊബൈലിൽ നിന്ന് റീകോൾ ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ് നീ നിൽക്കുന്ന സ്ഥലത്ത് ആരുണ്ട് അടുത്തെന്ന് ചോദിച്ചു. ഞാനും എൻ്റെ അമ്മയും ഉണ്ടോ എന്ന് പറഞ്ഞു. ഓന്ന് പറഞ്ഞ് കറിയാം. ഞാൻ പറഞ്ഞ് കരച്ചിൽ നിർത്ത്, മുട്ടിപ്പേ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ രണ്ടുപേരും മുട്ടിപ്പേ നിന്ന് കൈ പൊക്കിക്കോ എന്ന് പറഞ്ഞു. എവിടെയാണെന്നൊന്നും നോക്കണ്ട, അവിടെ നിന്ന് മുട്ടിപ്പേ നിന്ന് നോക്കിയിട്ട് അച്ഛന് വേണ്ടി അനുദപിക്കണം, അച്ഛൻ ചെയ്തു പോയ പാവത്തിനെ ചൊല്ലി അനുദപിക്കണം, നിങ്ങൾ ചെയ്തു പോയ പാവത്തിനെ ചൊല്ലി അനുദപിക്കണം, അമ്മയോട് പറയണമെന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും ഒന്നാണ്, ഒരു ശരീരമാണ്. ഒരാൾ പ്രാർത്ഥിച്ചാൽ രണ്ടുപേർക്കും അതിൻ്റെ കൃപ കിട്ടും. പ്രൈസ് ദി ലോർഡ്. അവിടെ മുട്ടിപ്പേ നിന്ന് അവരത് വിശ്വസിച്ച് ഞാൻ പറഞ്ഞ് എല്ലാ പാവത്തെ ചൊല്ലി നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പാവത്തെ എല്ലാം ചൊല്ലി അനുദപിക്കണം, പരിശുദ്ധാത്മാവ് നിറയാൻ പറയണം, അച്ഛനിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പറയണമെന്ന് പറഞ്ഞ് അത് മുട്ടിപ്പേ നിന്ന് കൈപൊക്കി നോക്കുമ്പോഴത്തേക്കും അത് ഇതെല്ലാം സംഭവിക്കുന്ന ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് അകത്താണ്, 1 മിനിറ്റിൻ്റെ അകത്താണ്. ഇവിടെ ഇപ്പോൾ അകത്തിരുന്ന് വേറെ സിസ്റ്റർ ഓടി വന്ന് മോണിറ്റർ ജമ്പാകാൻ തുടങ്ങിയെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇത് ജീവൻ വെച്ച് വന്നതിനെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഈ കുടുംബം വന്ന് അവിടെ സാക്ഷ്യം പറഞ്ഞ് ഇവിടെയും വന്ന് സാക്ഷ്യം പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം എല്ലാത്തിനും ബോണസ് കൊടുക്കും. ഇവർക്ക് 80% ബ്ലോക്ക് ഉണ്ടായിരുന്നു, ആ ബ്ലോക്ക് പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് അമ്മയെക്കൊണ്ടേ സാധിക്കൂ. നിങ്ങൾ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞ ഉടമ്പടി വയ്ക്കുമ്പോൾ നിങ്ങൾ ഇത് വെറുതെ ഒരു കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഫോർമുലയായിട്ട് വെച്ചിട്ട് വെറുതെ ടിക്ക് ചെയ്ത് കുറച്ച് പേപ്പേഴ്സ് ടിക്ക് ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല. ദൈവമായിട്ട് അടുക്കുക, നിങ്ങളെ വിശ്വാസം പോലെ ആയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവ്, ദൈവം തന്ന പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഉണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പലവരും അത് നിർവീര്യമാക്കി വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മാത്രം മതി ഈ ലോകത്ത് ജീവിക്കാൻ. ദൈവം പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നിരിക്കുക. അത് സുവിശേഷമാണ്. ഹല്ലേലൂയ. നിനക്കൊരു സഹായനെ അയക്കും. അത് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും, അത് പോകില്ല. നിനക്ക് ആവശ്യമുള്ളതെല്ലാം അത് തരും, നിനക്ക് എല്ലാം വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. അത്രയും വലിയ ഒരു സഹായം ഉണ്ടായിട്ടാണ് നമ്മൾ സങ്കടപ്പെടുന്നത്. അതിൻ്റെ കാര്യം എന്താ? നമുക്ക് ബോധ്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെറുതെ കറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എനിക്ക് ഇത് കിട്ടില്ല, എനിക്കിങ്ങനെ സങ്കടമാണ്, എനിക്ക് ആരുമില്ല. നിനക്ക് ആരുമില്ലാത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ അകത്തേക്ക് പുറത്തേക്ക് വരണം. എനിക്ക് നല്ല പനിയാണ്. ഇന്നലെ 102 ഡിഗ്രി ടെമ്പറേച്ചറാണ്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ മോനെ കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ ഞാനും കൂടി വരാം, ഇല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട്. ഇവിടെ തമിഴ്നാട് ആ ഗ്രൂപ്പ് വന്ന് അവരും ഉണ്ട്.
ആരാ കൂടെ ഉള്ളതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക് പറയുക, കൂടെ മാതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പ്രൈസ് ലോർഡ്, ഈശോ ഉണ്ട്. അതങ്ങനെയാണ് വരേണ്ടത്. ഞാൻ തനിച്ചാണ്, എന്നെ ആരും മനസ്സിലാക്കണില്ല. നിൻ്റെ ദൈവം നിന്നെ മനസ്സിലാക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിൻ്റെ ദൈവത്തിന് നിന്നെ, അതുപോലെ നിൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ്, അത് വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഉണ്ടാകും, അത് വാഗ്ദാനമാണ്. അത് നമുക്ക് ആ ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. നിനക്ക് എന്ത് സാധിച്ചെടുക്കാം, പക്ഷേ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ